ഞങ്ങൾ ഒരുമിച്ച് പുറത്തോട്ട് പോകുന്നുണ്ട് പെട്ടെന്ന് ആരെങ്കിലും കണ്ടാൽ തിരിച്ചറിയാൻ പാടില്ല. അതിന് മറ്റൊരാളുടെ സഹായം കൂടി ഞാൻ തേടിയിട്ടുണ്ട്. എന്റെ ഭാര്യയെ തട്ടിയെടുത്ത നിന്നെ ഞാൻ തട്ടിയിരിക്കും. ഹലോ, അങ്ങനെ മഹാലക്ഷ്മി പുതിയ പ്രൊമോയിൽ ഒരു ഇടിവെട്ടി ട്വിസ്റ്റ്. നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും പുറത്തേക്ക് പോവുകയാണ്, അതായത് ടൂർ പോലെ പോവുകയാണ്. ഒന്ന് മഹാലക്ഷ്മിനെ ഒന്ന് കറക്കി അടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നമ്മുടെ കണ്ണനാണെങ്കിൽ വേറെ ലെവല് സെറ്റപ്പ് ഒക്കെ ആയിട്ട് കുറെ തലയിൽ മുടിയൊക്കെ വെച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് പെട്ടെന്ന് ഒരാൾ കണ്ടാൽ മനസ്സിലാവാത്ത വിധം വേഷമൊക്കെ ധരിച്ചിട്ടാട്ടോ പോകുന്നത്, പാന്റും ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. മഹാലക്ഷ്മി ആണെങ്കിൽ ഭയങ്കര സുന്ദരമായിട്ട് സാരിയൊക്കെ എടുത്ത്, നേരത്തെ പോലെ അല്ല കേട്ടോ, അതിലും എന്താ കുറച്ചൊരു മാറ്റി പിടിച്ച് സാരിയൊക്കെ എടുത്ത് ഭയങ്കര ഭംഗിയായിട്ട് നമ്മുടെ മഹാലക്ഷ്മി പോരുന്നുണ്ട്. അപ്പൊ അനന്തും ലേഖ ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുവാട്ടോ ഇവര്. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട്, ഞങ്ങളെ പെട്ടെന്ന് ഒരു ആൾക്കാരെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവരുത്, അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ഒരാളുടെ കൂടെ സഹായം ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരിങ്ങോട്ട് പുറത്തേക്ക് പോകാട്ടോ. അപ്പൊ പ്രൊമോയിൽ പറയുന്നുണ്ട്, ഈ യാത്ര ശത്രുക്കളുടെ മുന്നിലേക്കോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ മേഘനാഥനോ ആരെങ്കിലും കണ്ടാൽ പിന്നെ തീർന്നു പണി. ഇവരുടെ നാടകം ഇത്രോ നാളും കളിച്ചതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് പൊളിഞ്ഞ് താറുമാറാകും അല്ലെ. അപ്പുറത്ത് നമ്മുടെ തോമസ് വൈദ്യരുടെ അവിടെ നമ്മുടെ മേഘനാഥൻ ചികിത്സയിലാണ്. അപ്പൊ അവിടെ സാഗർ ജോലിക്ക് വരുമ്പോൾ സാഗറിനെ മേഘനാഥൻ കാണുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എടാ എന്റെ ഈ അവസ്ഥയിൽ നീ എന്റെ മുന്നിൽ എത്തിയല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് മേഘനാഥൻ പറയുന്നുണ്ട്, എന്റെ ഈ അവസ്ഥയെന്ന് എനിക്ക് വലിയ കുഴപ്പമില്ലടാ, ഏതവസ്ഥയിലാണെങ്കിലും ശരി എന്റെ ഭാര്യനെ തട്ടിയെടുത്ത നിന്നെ ഞാൻ ചുട്ട് ചാമ്പലാക്കോടാന്ന് പറഞ്ഞ സാഗറിനെ എടുത്തിട്ട് അടിക്കുന്ന ദൃശ്യങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പാവം സാഗർ കേട്ടോ. ഇതെല്ലാം കാത്തിരുന്നതിനെ കാണാവേ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്.